ഗസലാണ് ഇപ്പോൾ തകർക്കുന്നത്. ഗസൽ എന്നാലും നമ്മളെ നോർത്ത് ഇന്ത്യക്കാരി. ഞാനൊരു ഗുണ്ടിയാണ്. അപ്പാനി ശരത്തും അക്ബർ ഖാനും ഒക്കെ 4 വശത്തോട്ട് തെറിച്ചു പോയിട്ടാണ് ചിരിച്ചത്. കാര്യം പുള്ളിക്കാരത്തിക്ക് മലയാളം കേട്ടാലും പറയാനും ഒക്കെ അറിയാമെങ്കിലും എല്ലാ വാക്കുകളൊന്നും മനസ്സിലാവില്ല. ഗുണ്ടി എന്ന് ഉദ്ദേശിച്ചത് ഗുണ്ടി അങ്ങനെ ഒരു വാക്കുണ്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ച് പോയതാണ്. പാവം അവസാനം തിരുത്തി പറഞ്ഞു റൗഡി എന്ന് പറഞ്ഞത്. അപ്പം റൗഡിക്ക് റൗഡിയൊന്നും ഇല്ലല്ലോ, റൗഡി ഒന്നേ ഉള്ളൂ. നല്ല ഒരു എൻ്റർടൈനറാണ് പുള്ളിക്കാരത്തി. വെളിയിൽ നല്ല 1-ാം നമ്പർ മോഡലാണ്. അപ്പം ഇത്രയും നല്ല മോഡലായ ഒരാൾ ഒരു ബിഗ് ബോസ് ഹിന്ദിയിൽ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ഈ പുള്ളിക്കാരത്തി കയറി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നപ്പോഴത്തേക്ക് ഷാനവാസ് നോമിനേറ്റ് ചെയ്ത് നമുക്കറിയാമല്ലോ എന്ത് പറഞ്ഞിട്ടാണെന്ന്. പുള്ളിക്കാരത്തിയുടെ ഡ്രസ്സ് ശരിയല്ലെന്ന്. ഷാനവാസ് തിരിച്ചിറങ്ങി വന്നതിന് ശേഷം അവരുടെ ഒരു പ്രൊഫൈലൊന്ന് തപ്പിയാൽ മതി, അപ്പം മനസ്സിലാവും. ഒരിക്കലും ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലൊന്നും ഒരിക്കലും ഡ്രസ്സിൻ്റെ കാര്യമൊന്നും സംസാരിക്കാൻ പാടില്ല. കാര്യം എന്തെല്ലാം തരത്തിൽ ജീവിക്കുന്ന, അതായത് ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ പറയുമ്പോൾ ഒരു ചുറ്റും ഒരു റൗണ്ടിൽ ജീവിക്കുന്ന വ്യക്തികളൊന്നും അല്ലല്ലോ അവിടെ വരുന്നത്. പിന്നെ രേണു സുധിയൊക്കെ നിൽക്കുന്ന നിപ്പിലല്ലേ അഭിനയത്തിലോട്ടൊക്കെ വന്ന് ഡ്രസ്സുകളൊക്കെ മാറിയൊക്കെ ഇടാൻ തുടങ്ങിയത്. അതിപ്പോൾ ഷാനവാസ് അങ്ങനെ പറഞ്ഞു, ശരി. അതിലെ നൂറയൊക്കെ ഇങ്ങനെ ഷോർട്സ് ഒക്കെ ഇട്ട് വരാറുണ്ട്, അതൊക്കെ അവരുടേതായ ജീവിത രീതി, കുഴപ്പമില്ല. പക്ഷെ നല്ല തുറന്ന കിടിലൻ കണ്ടന്റാണ് നമുക്ക് ഇവരെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇവർ ഈ 4 വശത്തും തെറിച്ചു പോയാണ് ആളുകളെ ചിരിച്ചത്. ഭാഷ മനസ്സിലാവാത്തത് കൊണ്ടാണ് പറ്റാത്തത്. അവസാനം തിരുത്തി റൗഡി എന്ന് പറയുന്നത്. ബിഗ് ബോസിൽ ഇപ്പോഴത്തെ ഏറ്റവും നല്ല കണ്ടന്റ് കൊടുക്കുന്ന എൻ്റർടൈനറാണ്. അതുപോലെയാണ് അനുക്കുട്ടിയുടെ അടുത്തും സംസാരിച്ചപ്പോൾ ക്ലീനിങ് സെക്ഷനിൽ അനുക്കുട്ടി ഉള്ളതാണ്. പൊതുവെ അനുക്കുട്ടി പറയുന്നതാണ് ശരി എന്ന് സ്ഥാപിച്ചു കൊണ്ടുള്ള ഒരു ഇത് കൂടുതലാണ്. കാര്യം അത് ഇവിടുത്തെ നമ്മളെ ചാനൽ ഷോയിലൊക്കെ നിന്ന് കുറച്ച് ചെല്ലവും ലാളനെയൊക്കെ ഏറ്റെടുത്ത് അങ്ങനെ നിന്ന് കിണിങ്ങി നിന്ന ഒരു റേഞ്ച് അല്ല ബിഗ് ബോസ്. അപ്പോൾ ഈ അടിച്ചു വാരുമ്പോൾ വൃത്തിയാകുന്നില്ല. ഈ ചൂലൊക്കെ പൊടിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു ബാത്റൂമിൽ പോകാൻ പറ്റുന്നുണ്ട്, അപ്പോഴും ഇങ്ങനെയല്ല, എന്നാൽ പിന്നെ ഇവിടെയും പറ്റും. അങ്ങനെ നല്ല ഒരു സ്ട്രോങ് പ്ലെയറാണ് ബിഗ് ബോസ് ഹൗസിൽ വന്നത്. കാര്യം വെച്ചാൽ സംസാരിക്കുമ്പോഴെല്ലാം നല്ല ഇതാണ്. എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതിലും സംസാരിക്കുന്നതിലും കാര്യം പറയുന്നതിലൊക്കെ മുന്നിൽ തന്നെയാണ്. പക്ഷെ ഫസ്റ്റ് തന്നെ നോമിനേഷനിൽ വന്നു എന്ന് വെച്ചാൽ നമ്മൾ പറയില്ല, ഇവിടെ അക്ബർ ഖാന്റെ പേര് തെറ്റിപ്പോകുന്നുണ്ട്, ഷാനവാസിന്റെ പേര് തെറ്റിപ്പോയി പലർക്കും. പക്ഷെ അങ്ങനെ പലർക്കും പേരുകൾ തന്നെ തെറ്റിപ്പോകുന്ന അവർക്ക് ഈ കോണ്ടാക്ട് അധികം സംസാരിക്കാത്തതുകൊണ്ടാണ്. പക്ഷെ നോമിനേഷൻ കൂടി വന്നത് തന്നെ ഈ 3 ദിവസം കൊണ്ട് ഒരുപാട് പേര് അവിടെ പുള്ളിക്കാരത്തിയായിട്ട് മിങ്കിൾ ചെയ്യുക സംസാരിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് കൂടുതലും നമ്മൾ എന്താന്ന് പറയുന്നത് ആളുടെ പേര് നോമിനേഷനിലും വന്നത്. ഈ ആഴ്ചത്തെ ഒരു എൻ്റർടൈനർ അവാർഡ് കൊടുക്കണമെങ്കിൽ ഈ ഗുണ്ടിക്ക് കൊടുക്കണം. ഗുണ്ടി പാവം അറിയാണ്ട് പറ്റിപ്പോയതാണ്. അതിനൊരു ശ്രീരംഗം ഉണ്ട് എന്ന് പറഞ്ഞതാണ്. എന്തായാലും ബിഗ് ബോസിൽ നല്ല ഒരു ഇന്നത്തെ ഡേ കൊണ്ടുപോയത് പാവമാണ്. അത് നല്ല ഇതായിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷ അറിഞ്ഞുകൂടാത്ത ഒരാൾ പെട്ടെന്ന് ഭാഷ അറിയാം എങ്കിലും ചില വാക്കുകളുടെയൊന്നും അറിയാതെ വരുമ്പോൾ പറ്റുന്ന ഒരു മാറ്റം. പക്ഷെ അത് കൊള്ളായിരുന്നു.